ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റെയറിൽ നമ്മൾ ലൈറ്റ് കൊടുക്കാറുണ്ട്. നമ്മൾ ഫുഡ് ലാമ്പ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത് കാണിക്കുന്നത്. അതായത് ഫുഡ് ലാമ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിം ലൈറ്റ്സ് നമുക്ക് സ്റ്റെയറിൻ്റെ ഏരിയയിൽ എപ്പോഴും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, സ്റ്റെയറിൻ്റെ ഏരിയയിൽ നമ്മൾ 2 വേ സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയയിൽ നമ്മുടെ സീലിംഗ് വർക്കും വരുന്നുണ്ട്. 1 വാട്ടിൻ്റെ സീലിംഗ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. പെർഗോള സിസ്റ്റമാണ് സീലിംഗിൽ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. 2 വേ സ്വിച്ച് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത് 2 വേ സ്വിച്ച് 2 വേ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. താഴെയും 2 വേ സ്വിച്ച് 2 കൊടുക്കും, മുകളിലും 2 വേ സ്വിച്ച് 2 കൊടുക്കും. അത് വേറെ ഒന്നിനുമല്ല, സ്റ്റെയറിൻ്റെ 2 സൈഡിലും വരുന്ന സ്വിച്ച് നമ്മൾ 2 വേയിൽ കൊടുത്തു. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഫുഡ് ലാമ്പും, അതായത് സ്റ്റെയറിൽ വരുന്ന താഴെ കൊടുക്കുന്ന ഫുഡ് ലാമ്പും 2 വേയിലാണ് കൊടുക്കുന്നത്. താഴെ നിന്നും മുകളിൽ നിന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം വലിച്ച് നമ്മൾ കൊണ്ടുവന്ന് താഴെ ഒരു നമ്മുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ 2 വേ ആണ് നമ്മൾ സാധാരണ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയറിൻ്റെ 2 സൈഡുകളിലും പിന്നെ അതിന് ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 വേ തന്നെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. 2 വേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് 2 മോഡികളുടെ പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 മോഡികളുടെ ഫുഡ് ലാമ്പുകളാണ് കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി. ഓവറായിട്ട് 4 മോഡികളുടെ 3 മോഡികളിനേക്കാൾ ഭംഗി കാണാൻ 2 മോഡികളാണ്. അപ്പോൾ 2 മോഡികളുടെ ബോക്സുകളാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യമേ തന്നെ കയറി വരുന്ന സ്ഥലത്ത് വരണം, പിന്നെ അതിനുശേഷം സെൻട്രലായിട്ട് സ്റ്റെയറിൻ്റെ മൊത്തം സെൻട്രൽ വരണം, പിന്നെ ലാൻഡിങ്ങിൽ വരണം, പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് വരണം. അത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൊടുത്തിരിക്കുന്നതിന് 2 മോഡുകളാണ്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2 മോഡുകളുടെ ഫുഡ് ലാമ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെയറിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 10 ഇഞ്ചെങ്കിലും ഹൈറ്റ് നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ സ്റ്റെയറിൻ്റെ നമ്മുടെ ഗ്ലാഡിങ്സ്, അതിൽ സ്റ്റെയറിൻ്റെ സൈഡ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡ് ലാമ്പ് ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും കുറഞ്ഞത് 10 ഇഞ്ചെങ്കിലും താഴെ നിന്ന്, അതായത് ഈ പറയുന്ന ലാൻഡിങ്ങിൽ നിന്ന് സ്റ്റെയറിൻ്റെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് വരുന്ന നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് 10 ഇഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഏറ്റവും താഴെ വരുന്ന സമയത്ത് സ്കട്ടിങ് അതിൽ തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന 2 വേക്ക് വേണ്ടിയുള്ള വയറാണ് വലിച്ചിരിക്കുന്നത്. 2 വേ ഉണ്ട്. 2 വേ മഞ്ഞയും നീലയും 2 വേയാണ് കൊടുത്തിട്ട്, ഒന്ന് നമ്മൾ ലാൻഡിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് ഒരു 2 വേയിൽ കൊടുക്കും. പിന്നെ വരുന്നത് ഫുഡ് ലാമ്പ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. ആ 2 വേ താഴെ നിന്നും മുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 2 വേ സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്ക്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്നും. ഇനി 2 വേയുടെ കണക്ഷൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.